നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെരിക്കോസ് വെയിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേറൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയെ പറ്റിയാണ്. വീനസീൽ തെറാപ്പി എന്നാണ് എൻ്റെ പേര്. പേഷ്യൻസിന് പലർക്കും വെരിക്കോസ് വെയിൻ്റെ സിംറ്റംസ് ആയ കാലിലുള്ള വേദന, നീര്, ഹെവിനെസ്, അതേപോലെ തന്നെ ചൊറിച്ചിൽ, അങ്ങനെ സിംറ്റംസൊക്കെ വളരെ ഏർലി ആയിട്ട് തന്നെ കാണാറുണ്ട്. പക്ഷെ എന്നാൽ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഭയം കൊണ്ടോ സർജറിയോടുള്ള ഭയം കൊണ്ടോ പലരും അത് ഇഗ്നോർ ചെയ്യുകയും അത് ഇരുന്നിരുന്ന് പ്രോഗ്രസ് ചെയ്ത് വലിയ ഡിസീസായിട്ട് മാറാറുണ്ട്. വീനസീൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഗ്ലൂ ബേസ്ഡ് ആയിട്ടുള്ള മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അതിനാൽ അവിടെ മുറിവുകൾ ഉണ്ടാകാറില്ല, അതേപോലെ തന്നെ സ്റ്റിച്ചസിൻ്റെ ആവശ്യം വരത്തില്ല, അനസ്തീഷ്യയുടെ ആവശ്യം വരത്തില്ല, അതുപോലെ തന്നെ യൂഷ്വലി അഡ്മിഷൻ്റെ ആവശ്യം വരികയില്ല. ഈ പ്രൊസീജിയർ കഴിഞ്ഞാൽ ഉടനെ തന്നെ പേഷ്യൻസിന് നടന്ന് വീട്ടിൽ പോകാൻ സാധിക്കുകയും ഡേ ടു ഡേ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്നതാണ്. പോസ്റ്റ് പ്രൊസീജിയർ പേഷ്യൻറ്റ് പെയിനും കാണുകയില്ല, റിക്കവറി ടൈമും വളരെ കുറവാണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേഷ്യൻറ്റിനെ കണ്ട് അസസ് ചെയ്ത് ഡോപ്ലർ സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമേ ആ പേഷ്യൻസിന് ഇത് ബെനിഫിഷ്യൽ ആയിരിക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. പേഷ്യൻസിനെ അസസ് ചെയ്തതിന് ശേഷം ഡോപ്ലർ സ്കാൻ ചെയ്യുന്നതുകൊണ്ട് വീനസ് റിഫ്ലക്സ് ഉള്ള പേഷ്യൻസിനോ, അതേപോലെ തന്നെ വെയിൻസ് ഒത്തിരി ഡൈലേറ്റഡ് ആയിട്ട് ഉള്ള പേഷ്യൻസിനോ, അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വെയിൻസിനെ യൂഷ്വലി അസുഖം വന്നാൽ മാത്രമേ ഈ വീനസീൽ തെറാപ്പി കൊണ്ട് ബെനിഫിഷ്യൽ ആകത്തുള്ളൂ. അപ്പോൾ അതിനാൽ ഒരു ഹോസ്പിറ്റൽ ഇവാലുവേഷൻ വളരെ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഒരു സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുകയും ഡോപ്ലർ സ്കാൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ ഇരുന്ന് പ്രോഗ്രസ് ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതും മെഡിസിൻസ് ആവാം, അല്ലെങ്കിൽ വീനസീൽ തെറാപ്പി ആയിരിക്കാം, അല്ലെങ്കിൽ സ്ക്ലീറോ തെറാപ്പി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അഡ്വാൻസ്ഡ് സ്റ്റേജസിൽ ലേസറിൻ്റെ ഒക്കെ ആവശ്യം വന്നേക്കാം. എത്രയും വേഗം ഹോസ്പിറ്റലിൽ പോകുന്നതാണ് അതിൻ്റെ ഉത്തമമായുള്ള ആവശ്യം.